പരിണാമഘട്ടത്തിലെവിടെയും വഴിത്തിരിഞ്ഞ ഉയർന്ന ചിന്താശേഷിയുള്ള ദുർബലനായ ജീവിയായി മാറി മനുഷ്യൻ. കാലങ്ങൾക്കിപ്പുറത്ത് അക്ഷരങ്ങളെയും ചിഹ്നങ്ങളെയും അവൻ കൂടെ കൂട്ടി. ഒരു സുപ്രഭാതത്തിൽ എഴുത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് എടുത്തെറിയപ്പെട്ടവനായിരുന്നില്ല മനുഷ്യൻ. ഇതൊരു തുറന്ന പറച്ചിലാണ്. എപ്പോഴൊക്കെയോ അഹങ്കാരത്തിൻ്റെ ഉയർന്ന പടിക്കെട്ടിൽ നിന്നും എടുത്തെറിയപ്പെട്ട എൻ്റെ തുറന്നു പറച്ചിൽ. അനുനാഗികൾ സൗരയൂഥത്തിൻ്റെ ഏതോ ഒരു കോണിലെ നെബ്രുവിൽ നിന്നും വന്ന് ഭൂമിയിലെ മനുഷ്യനെ അടിമയാക്കിയവർ. അങ്ങ് മെസപ്പൊട്ടോമിയയിൽ അവരെപ്പറ്റി എഴുതിയതും ചിത്രീകരിച്ചതും എന്നിലൂടെയായിരുന്നു. പരുക്കൻ പാറകളിലായിരുന്നു എൻ്റെ ജനനം. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാലഘട്ടവും അഭിവൃദ്ധിയുടെ കാലമായിരുന്നു. പരുക്കൻ പാറകളിൽ നിന്നും കളിമൺ ഫലകത്തിലേക്കും ഇലകളിലേക്കും ലിഖിതങ്ങളിലേക്കും എഴുത്തോലകളിലേക്കും ഇന്നത്തെ പേപ്പറുകളിലേക്കും ഞാൻ എത്തപ്പെട്ടത് വളരെ പെട്ടെന്നായിരുന്നു. ഒരുപാട് സത്യങ്ങളും നുണകളും സങ്കല്പങ്ങളും കൂട്ടിപ്പിടിച്ച് ഞാൻ ഉറങ്ങി, ഇളം മഞ്ഞ നിറങ്ങൾ കലർന്ന പുസ്തകത്താളുകളിൽ. ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട് നീലാണ്ട. താനാ ഫോണെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് നീ വരാൻ പറ. എല്ലാം കള്ളക്കഥയല്ലേടോ. ചിലപ്പോൾ സ്ഥാനമൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും എടുത്ത് തലയിലൊക്കെ വച്ചിരുന്നു എന്ന് പറഞ്ഞാൽ. കല്ല് വെച്ചൊരു നുണയ്ക്ക് അപ്പുറത്തൊരു നുണയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഇത് ആളുകൾ സമയം ചെലവഴിക്കാനും അറിവ് നേടാനും ഇവളെ കൂടെ കൂട്ടിയെന്നാ പറയുന്നത്. അതിന് മാത്രം പ്രത്യേകതയൊന്നും ഇവളിൽ ഞാൻ കാണുന്നില്ല. റീൽസ്, പോസ്, സ്റ്റോറി, ആഹാ അന്തസ്, കളർഫുൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. സത്യം പറഞ്ഞാൽ നീ ആദ്യം പറഞ്ഞ ഉയർന്ന പടിക്കെട്ടുണ്ടല്ലോ, എൻ്റെ സ്ഥാനം ഇപ്പോൾ അവിടെയാ. മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. കൂട്ടാരാ, ചവിട്ടി താഴ്ത്തപ്പെട്ടവർ തല പൊക്കി തിരിച്ചു കയറുമ്പോൾ ലോകം തലകുനിക്കും. നീ അത് കേട്ടിട്ടില്ലേ? കാർമേഘ സൂര്യനെ മറച്ചാലും അത് മറനീക്കി പുറത്ത് വരുന്നൊരു സമയമുണ്ട്. നീ വിഷമിക്കാതിരിക്കേ. ഞാനും ഇവിടെ പുസ്തകക്കടയും ബാലഭൂമിയും അക്ഷരത്താളും വാറ്റ്പാഡും ഗുഡ് റീഡേഴ്സും എല്ലാവരും. അല്ല പിന്നെ, അതത്രേ ഉള്ളൂ ചങ്ങാതി. മറ്റാരും നിനക്ക് പകരമാവില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നീ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നിന്നെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ഒരുപാട് സംഘടനകളും അതിലൊരുപാട് ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ എത്ര ആളുകളാണ് നിന്നിൽ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റപ്പെടുത്തലിനും പരാതിക്കും ഞാൻ ഇടം കണ്ടെത്തുന്നില്ല. ചില മനുഷ്യരുടെ ഇടയിൽ ചിതലെടുക്കാതിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷവുമുണ്ട്. നടവരമ്പിലൂടെ വായനശാലയിലേക്ക് എൻ്റെയും മുറുകെ പിടിച്ചു പോകുന്ന അയാളുടെ കയ്യിലെ ചൂട് ഒരു കൊതിയോടെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്.